നിങ്ങളുടെ ഫേസ് ചില കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഡല്ലായിട്ടും ചില കളർ ഡ്രസ്സ് ഇടുമ്പോൾ ബ്രൈറ്റ് ആയിട്ടും തോന്നാറുണ്ടോ? അതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർടോണാണ്. ഈ സ്കിന്നിൻ്റെ അണ്ടർടോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഒരു നിറമുണ്ട്. അതിനാണ് സ്കിൻ അണ്ടർടോൺ എന്ന് പറയുന്നത്. ബേസിക്കലി 3 സ്കിൻ അണ്ടർടോൺസ് ഉണ്ട്: വാം, കൂൾ, ന്യൂട്രൽ. നമ്മൾ സ്കിൻ അണ്ടർടോൺ കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ വേ, നമുക്ക് ഗോൾഡ് ജ്വല്ലറി ആണോ സിൽവർ ജ്വല്ലറി ആണോ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നതെന്ന് നോക്കിയാൽ മതി. ഗോൾഡ് ജ്വല്ലറി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നതെങ്കിൽ നമ്മൾ വാം അണ്ടർടോൺ ആണ്. അല്ലെങ്കിൽ സിൽവർ ജ്വല്ലറിയാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നതെങ്കിൽ നമ്മൾ കൂൾ അണ്ടർടോൺ ആണ്. ഇത് രണ്ടും സ്യൂട്ട് ആവുകയാണെങ്കിൽ നമ്മൾ ന്യൂട്രൽ അണ്ടർടോൺ ആണ്. ഗോൾഡ് ആണോ സിൽവർ ആണോ സ്യൂട്ട് ആവുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അത് ഇടുമ്പോൾ നമ്മുടെ ഫേസ് ആണോ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതോ ആ ജ്വല്ലറി ആണോ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഫേസ് ആ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് സ്യൂട്ടബിൾ ആണ്. അല്ലാതെ ഇപ്പോൾ സിൽവർ ഇടുമ്പോൾ സിൽവറിൻ്റെ കളർ ഇങ്ങനെ എറിച്ച് നിൽക്കില്ലേ, അങ്ങനെ നിൽക്കുവാണെങ്കിൽ ആ ഓർണമെൻറ്റ്സ് നമുക്ക് ചേരുന്നില്ല എന്നാണ് അർത്ഥം. വാം അണ്ടർടോൺ ആണെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു യെല്ലോ ഷെയ്ഡും കൂൾ അണ്ടർടോണിൽ ഒരു പിങ്ക് ഷെയ്ഡും ആയിരിക്കും. അപ്പം ന്യൂട്രൽ ആണെങ്കിൽ ഇത് രണ്ടിൻ്റെ ഒരു മിക്സ് ആയിരിക്കും. സ്കിൻ അണ്ടർടോൺ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ മേക്കപ്പ് ചൂസ് ചെയ്യുന്നതും കളർ ചൂസ് ചെയ്യുന്നതും ഓർണമെൻറ്റ് ചൂസ് ചെയ്യുന്നതും നമ്മുടെ ഓവറോൾ ലുക്ക് എലിഗൻ്റ് ആക്കാൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വാം കളേഴ്സും ഉണ്ട്, കൂൾ കളേഴ്സും ഉണ്ട്. പക്ഷേ എല്ലാ കളറിനും ഒരു വാം ഷെയ്ഡും ഒരു കൂൾ ഷെയ്ഡും കാണും. അപ്പോൾ നമുക്ക് വാം ഷെയ്ഡാണേലും കൂൾ ഷെയ്ഡാണേലും എല്ലാ കളേഴ്സും യൂസ് ചെയ്യാം. പക്ഷേ നമ്മളുടെ ആ ഒരു അണ്ടർടോൺ അനുസരിച്ച് ചൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റൈലിംഗ് ടിപ്സ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിലിടാം.